ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫഹദ് നന്ദു, അതുമാതിരി തന്നെ ഉല്ലാസ് രാജീവ് കഥ തിരക്കഥ സംവിധാനം ചെയ്ത ഈ വർഷം, അതായത് 2025 മാർച്ച് 7 തിയേറ്ററിൽ റിലീസ് ചെയ്ത 1 മണിക്കൂർ 57 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മലയാള സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ പേരാണ്. ഇങ്ങനെ ആക്ടേഴ്സ് ആരൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ജഗദീഷ് ഉണ്ട്, ഇന്ദ്രൻ സാറ്, രാജേന്ദ്രൻ സാറുണ്ട്, അലക്സാണ്ടർ പ്രശാന്ത്, ഉണ്ണി നായർ, സോഹൻ സീനുലാൽ, ഉണ്ണിമായ, ഹൃഷികേഷ്, ഭാഗ്യജേഷ്, പിന്നെ നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ചധികം ആക്ടേഴ്സ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. അത് ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ ഉള്ളവരാണെങ്കിലും ഒരുപാടൊന്നും അല്ല, എന്നാൽ പോലും സോഷ്യൽ മീഡിയ ഉള്ളവർ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കുറച്ച് സിനിമകളിലുള്ള കുറച്ച് ആൾക്കാരുമുണ്ട് ഈ ഒരു സിനിമയിൽ. ഈ സിനിമയുടെ ബേസ് പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രായമുള്ള ഒരാൾ മരിക്കാനായിട്ട് കിടക്കുകയാണ്. ബെഡ് റൺ ആണ് പുള്ളിക്കാരൻ, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. പുള്ളിക്കാരൻ്റെ 4 മക്കളായിട്ട് വരുന്നതാണ് ഇന്ദ്രൻ സാറ്, ജഗദീഷ് സാറ്, അലക്സാണ്ടർ പ്രശാന്ത്, അതുമാതിരി തന്നെ ഹൃഷികേഷ്. ഈ സിനിമയിലെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ഇതിൻ്റെ അതൊരു മോതിരം എന്ന് പറഞ്ഞ സാധനം ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതായത് ഈ മരിക്കാനായിട്ട് കിടക്കുന്ന ഈ ഒരു പുള്ളിക്കാരൻ്റെ വിരലുള്ള ഒരു മോതിരമുണ്ട്. ആ മോതിരം എല്ലാവർക്കും അതല്ല, കുറച്ച് ആൾക്കാർക്ക് അത് വേണം. അപ്പോൾ അതെടുക്കാനായിട്ട് കാണിക്കുന്ന തന്ത്രപ്പാടും, ഈ പുള്ളിക്കാരൻ എന്ന് മരിക്കും എന്നൊക്കെയുള്ള ആകാംക്ഷയും, മരിച്ചാലേ ആ കാശ് കിട്ടൂ എന്നൊക്കെയുള്ള തോട്ടും, അവരെന്തൊക്കെ ചെയ്യുന്നു, അത് പ്ലാനിങ് ആൻഡ് പ്ലോട്ടിംഗ് ആണ് ബേസിക്കലി ഒരു സിനിമ. കുഴപ്പമില്ലാത്തൊരു പ്ലോട്ട്, ഗംഭീര പ്ലോട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ചെറിയൊരു പ്ലോട്ടാണെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് വലിയൊരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ബിലീവബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയിൽ എടുക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, നോ. അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അത് അങ്ങോട്ട് വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയിലെ ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേന് എന്തോ അങ്ങോട്ട് ശരിയാകാത്ത മാതിരി, മറ്റേ മുഴച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ. പക്ഷെ അത് ഗ്രാജുവലി ചേഞ്ച് ആകും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു സിനിമ കാണുന്നത്. വളരെ സ്ലോ എന്ന് പറയുന്നില്ല, എന്നാലും ചെറിയൊരു സ്ലോ ഒരു രീതിയിലാണ് പോകുന്നത്. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു കഥയല്ല, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. ചെറിയൊരു സ്ലോ രീതിയിലാണ് പോകേണ്ടത്. പക്ഷേ ഈ സ്ലോ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇടയിൽ കുറേ കഴിയുമ്പോഴത്തേനും ഒരുപാട് ലാഗ് വരുന്നു എന്നുള്ളതാണ്. അതുമാതിരി തന്നെ ഒരുപാട് ഇവൻറ്റ്സ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇവൻറ്റ് വേണം, ഒരു അടി വേണം, ഒരു കോമഡി സാധനം വേണം, കുറച്ച് ഇമോഷണൽ വേണം, അതുപോലുള്ള കുറേ കാര്യങ്ങൾ അവർ സീൻസ് കൊണ്ടുവന്നിട്ട് അതിനെല്ലാം സ്റ്റിച്ച് ചെയ്ത് കയറ്റിയ ഒരു ഫീലാണ് വന്നത്. ഈ ഒരു സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. സീൻ ബൈ സീൻ നോക്കുന്നുണ്ടെങ്കിൽ ചില സീൻസ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ചിരിക്കുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം സീൻസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. പക്ഷെ അത് നമ്മളൊരു ഫ്ലോ എന്ന് പറയുന്ന സാധനം നമുക്ക് തോന്നില്ല ഈ ഒരു സിനിമയിൽ. അത് ലൈക്ക് എന്തൊക്കെയോ അവർ കാണിക്കുന്നു എന്നതിൻ്റെ അപ്പുറം മേക്ക് ബിലീഫ് എന്ന് പറയുന്ന കാര്യം നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു നാടുണ്ടെന്നോ അവരിങ്ങനെ ഒരാൾ താമസിക്കുന്നുണ്ടെന്നോ അത് റിയൽ ആണെന്നോ നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ പിന്നെയും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് ഇത് ഒറിജിനലാണ്, ഇത് റിയൽ ആണെന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് ബിലീവ് ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ പോലും നമുക്ക് ആ ഒരു ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞ സാധനം അവർ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഫ്രം ദ ഫസ്റ്റ് സീൻ ഓൺവേർഡ്സ് അവർ ഡയലോഗ് ആണെങ്കിലും ശരി, അവരെ തോട്ടൊക്കെ രസമുണ്ട്, ഒരു ഐഡിയ നന്നായിട്ടുണ്ട് അവർ. പക്ഷെ അത് ഫോമിലായിട്ട് കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്, പക്ഷെ എക്സിക്യൂഷൻ മോശമായിരുന്നു എന്ന് വേണം പറയാൻ. കാര്യം നമുക്ക് ഒട്ടും കണക്റ്റ് ആവാത്ത രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചധികം ആൾക്കാർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ഒരേ ആൾ തന്നെ ആയിരിക്കും പല സിറ്റുവേഷൻസിൽ പലതും മാതിരി ബിഹേവ് ചെയ്യുന്നവർ തോന്നിയിട്ടുണ്ട്. അതായത് ഇന്ന ക്യാരക്ടറിൻ്റെ ബേസ് ലൈൻ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാൻ പറ്റില്ല. പല നേരത്തും പല രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്യാരക്ടറാണ്, റിയൽ ആണെന്ന് നമുക്ക് തോന്നില്ല. പല ക്യാരക്ടേഴ്സ് മിന്നി മറിഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നും. ഒരു ക്യാരക്ടറിൻ്റെ അകത്ത് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ചിലവരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ എടുത്തു പറയുന്നില്ല ആരൊക്കെയാണെന്നുള്ളത്. ചില ആൾക്കാരുടെ കാസ്റ്റിംഗ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു പ്രോഗ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ മാത്രമല്ല, ഒരുവിധം മിക്കവരും ചില സീൻസ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്, ചില സീൻസ് നമുക്ക് ഓക്കെ, ചില സീൻസ് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ചളു ഫീൽ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കോമഡി എന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നതെങ്കിലും അത് മിക്കയിടത്തും വർക്കായിട്ടില്ല എന്നുള്ളത്. ചില സ്ഥലങ്ങൾ വർക്കായിട്ടുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാതിരി തന്നെ ഇതിൻ്റെ ബിജിഎംസും സോങ്സ് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു രസമായിട്ട് തോന്നില്ല. സോങ്സ് വാസ് ലൈക്ക് ഓക്കെ, ചിലതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ബിജിഎംസ് ചിലയിടത്ത് കൊള്ളാം, ചിലയിടത്ത് ഓക്കെ, ചിലയിടത്ത് മഹാബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സും അതിൻ്റെ ഒരു എക്സിക്യൂഷനും. തോട്ട് വാസ് ലൈക്ക് ഓക്കെ, പക്ഷെ അതിൻ്റെ എക്സിക്യൂഷൻ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുമാതിരത്തെ ഒരു ക്ലൈമാക്സ്. അതിനിടയിൽ കുറേ ഇമോഷണൽ സാധനങ്ങളൊക്കെ തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ട് ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും.
ആ ഇമോഷൻസ് ഒന്നും എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല എന്നല്ല, എനിക്കത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. ഇത് കണ്ടിട്ട് ഇത് കോമഡി കാണിക്കുന്നതാണോ എന്താണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഐഡിയ വാസ് ഗുഡ്, പക്ഷെ എക്സിക്യൂഷൻ ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു കഥ, കുഴപ്പമില്ലാത്ത ഒരു പ്ലോട്ട്, പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാമായിരുന്നെങ്കിലും പക്ഷെ എക്സിക്യൂഷൻ അത്രയ്ക്ക് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബോർ എന്ന് പറയുന്ന സാധനം ഒരുപാടെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ലാഗും ബോറും കുറച്ചധികം ചളവും വന്നപ്പോഴത്തേന് ഒരു മോശം ഫിലിമായിട്ടാണ് എനിക്ക് ഒരു സിനിമ തോന്നിയത്. എസ്പെഷ്യലി യൂഷ്വലി ഒരു സിനിമയ്ക്ക് ഒരു 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 കോർ ഉണ്ടാവും, കോറിന്റെ പുറത്ത് പല പല ലെയേഴ്സ് ഉണ്ടാവും അല്ലെ. ഓരോ ലെയേഴ്സ് ബിൽഡ് ആകുമ്പോഴും അതിന്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമുക്കൊരു ബിലീവബിൾ ഫാക്ടർ കൊണ്ടുവരും. മൂവി നമ്മൾ കൂടുതൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു കോർ എലമെന്റ് ഉണ്ട്. ആ ഒരു കോർ എലമെന്റിന് ഔട്ടർ എന്ന് പറയുന്ന ഒരു റിംഗ് അല്ലെങ്കിൽ 1.5 റിംഗ് പോലും കാണില്ല. അങ്ങനത്തെ ഒരു ഇതാണ് പ്ലോട്ട് സെറ്റിംഗ് ആണ്. കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് കുറച്ചും കൂടി ഒരു കണക്ഷൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഓരോ സീൻ ബൈ സീൻ നമ്മൾ കാണുന്നതിന് പകരം മേ ബി നിങ്ങൾ ചിലപ്പോൾ ഇനി യൂട്യൂബിലൊക്കെ ഈ സീൻ ബൈ സീൻ നിങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും. വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നും. പക്ഷെ അതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ പ്രോപ്പറായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. ഇത് പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ ട്രെയിലർ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നി. ഈ സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്, അടിപൊളിയായിരിക്കും എന്നൊരു ഫീൽ നമുക്ക് കിട്ടും ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോഴത്തേക്കും. കാര്യം അങ്ങനെയുള്ള ഇവൻറ്റ്സ് ആണ് അവർ കട്ട് ചെയ്തിട്ടാണ് ട്രെയിലർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ സീൻ ബൈ സീൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലതൊക്കെ കൊള്ളാം, ചിലതൊക്കെ ബോറാണെങ്കിൽ പോലും ഒരു കൊള്ളാം എന്നുള്ള സാധനങ്ങൾ വരും. പക്ഷേ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് സിനിമ ആസ് എ ഹോൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫോർ മീ എനിക്കിതൊരു ആവറേജ് ഫീലാണ് ഈ ഒരു സിനിമ സമ്മാനിച്ചത്. ഒരു ഗംഭീരം എന്നോ ഒരു ഗുഡ് മൂവി എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഈ സിനിമയിൽ കണ്ടില്ല എന്നുള്ളത്. എൻ്റെ സിനിമാറ്റോഗ്രഫി കാര്യങ്ങളൊക്കെ തന്നെ കൊള്ളായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ആസ് എ മൂവി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. 10-ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നുകൂടി താഴെ ഇടുക. അതാകുമ്പോൾ ഈ ഒരു സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കമൻസ് ഒക്കെ മേ ബി വായിച്ച് നോക്കിയിട്ട് ഈ ഒരു സിനിമ കാണണോ കണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ ബൈ.